ഈ തമിഴ്നാട് ഇന്ത്യയുടെ ഭാഗമാണോ എന്നൊരു സംശയം തോന്നുന്നു. കാരണം ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് നിയമസഭയിലല്ല പുറത്താണെങ്കിൽ പോലും ഗവർണറുടെ പരിപാടി തുടങ്ങുമ്പോഴും ദേശീയഗാനം വേണം, പരിപാടി അവസാനിക്കുമ്പോഴും ദേശീയഗാനം വേണമെന്നാണ് പ്രോട്ടോക്കോൾ. തമിഴ്നാട് നിയമസഭയിൽ ഗവർണർ പങ്കെടുക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ദേശീയഗാനമില്ല, തമിഴ് വാഴ്ത്തുപാട്ട്. ഗവർണർ പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്നു, ദേശീയഗാനത്തെ അപമാനിച്ചെന്ന് പറയുന്നു. എന്താ ഈ സംഭവം? അല്ല, ഇത് ഈ പറഞ്ഞ പോലെ നടന്നു. ഈ സ്റ്റാലിനൊരു വിചാരമുണ്ട്, ഈ ഭരണഘടനയെ വെല്ലുവിളിക്കുക, ഭാരതത്തിൻ്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുക, അങ്ങനെ വോട്ട് സമാഹരിക്കുക. സ്റ്റാലിൻ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ സാധനം ഇതിൻ്റെ മൂർധന്യത്തിൽ 70കളിൽ എത്തിയിരുന്നു. അത് കഴിഞ്ഞത് ചിലവാകാതെ വന്നു തമിഴ്നാട്ടിൽ തന്നെ ഹിന്ദി വാക്കുകൾക്ക് കറുത്ത പെയിൻ്റ് അടിക്കുക, വാൻ ബഹളം സംഗതിയൊക്കെ നടന്നു. EVRൻ്റെ പിന്തുടർച്ചക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലോലി ഇത് തിരിഞ്ഞു. EVRനെതിരായതിന് EVRൻ്റെ ഒരുപാട് പ്രതിമകൾ തല്ലിപ്പൊട്ടിക്കപ്പെട്ടു. EVRൻ്റെ ഒരു പ്രതിമയൊക്കെ ആയിട്ടൊരു സ്മാരകം കാഞ്ചീപുരത്തുണ്ട്. കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ദൂരെയായിട്ട്. ഇതടിച്ചു പൊട്ടിക്കാൻ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ കാഞ്ചി ആചാര്യനാണ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, വേണ്ട അത് പൊട്ടിക്കേണ്ട, ഒരെണ്ണമെങ്കിലും അയാൾക്ക് ഇരുന്നോട്ടെ. അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു ക്യാമ്പയിനൊക്കെ നടത്തിയ മനുഷ്യനാണ്. സ്വാമി എന്താ ഈ പറയുന്നു? അവിടെ ഇരിക്കട്ടോ, കുഴപ്പമില്ല. ഈ സ്വാമിയെ ഇത്രയും ചീത്ത വിളിക്കാൻ EVR പോലെ വേറെ ആരും മുതിർന്നിട്ടില്ല. ബട്ട് സ്വാമി EVRൻ്റെ സ്മാരകം പ്രൊട്ടക്റ്റ് ചെയ്തു. ആ അവസ്ഥയിലെത്തി. ഏത് കറുപ്പെടുത്താണോ, കറുപ്പായിരുന്നു യൂണിഫോം, ഏത് കറുപ്പെടുത്താണോ ഈ EVRൻ്റെ കൂടെ ജനം തുള്ളിക്കൊണ്ടിരുന്നത്, അതേ കറുപ്പെടുത്തിട്ട് അവർ ശബരിമലയ്ക്ക് വരാൻ തുടങ്ങി. അതിനു മുമ്പ് കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് ശബരിമല. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒന്നും ശബരിമലയ്ക്ക് റീച്ചില്ല. അയ്യപ്പൻ്റെ റീച്ച് അങ്ങോട്ട് ചെന്നിട്ട് നിൻ്റെ യൂണിഫോം, നിൻ്റെ കറുപ്പൊന്നും നീ മാറ്റണ്ട, കാരണം കറുപ്പ് എൻ്റെയാണ്, കറുപ്പ് മാറ്റണ്ട, പക്ഷെ ആ ദിശയുണ്ടല്ലോ അത് മാറ്റിയാൽ മതി. അങ്ങനെ അയ്യപ്പൻ്റെ നേർക്ക് വന്നു. ഇപ്പോൾ ശബരിമലയിൽ ഏറ്റവും അധികം ആൾക്കാർ, കേരളത്തിലേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാരാണ്. എന്നൂടെ പറയണം. ഇത് ശബരിമലയിൽ പോയി വരുന്ന ആൾക്കാർക്ക് അറിയാം. ശബരിമലയിലെ ബോർഡുകൾ ഇനി തെലുങ്കിലും കൂടെ, ഇപ്പം തന്നെ തമിഴിലുണ്ട് പല ബോർഡും, തെലുങ്കിലും കൂടെ എഴുതേണ്ടി വരും, കന്നഡ ഭാഷ ഉപയോഗിക്കേണ്ടിയൊക്കെ വരും. ആ രീതിയിലാണ് അവിടെ നിന്ന് ആൾക്കാർ വരുന്നത്. ഇവർ ഈ ഗണപതി വിഗ്രഹം ഒരുപാട് ഓടയിലേക്കൊക്കെ എറിഞ്ഞു കളഞ്ഞു. ഒരു 4000 ഗണപതി വിഗ്രഹമാണ് കോയമ്പത്തൂർ, ഈറോഡ്, സേലം ഭാഗത്ത് അന്ന് ഓടയിലേക്ക് എറിഞ്ഞത് EVRൻ്റെ ആൾക്കാർ. ഇന്ന് അവിടെ ആര്യവേപ്പിൻ്റെ ചോട്ടിലും ആലിൻ്റെ ചോട്ടിലുമൊക്കെ ആയിട്ട്, ആര്യവേപ്പ് ഒരുപാടുണ്ട് അവിടെ, കാണാമല്ല. വെറുതെ മരുഭൂമിയായ സ്ഥലത്ത് കിളുക്കുന്ന ഒരു മരം ഏതാണെന്ന് ചോദിച്ചാൽ ആര്യവേപ്പാണ്. ഏകദേശം എല്ലാ ആര്യവേപ്പിൻ്റെയും, ചുരുക്കി പറഞ്ഞാൽ 40,000 വരെ എണ്ണി റിപ്പോർട്ട് വന്നിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. 40,000 ഗണപതീസ് റീഅപ്പിയേർഡ്. 4,000 എണ്ണത്തെ ഓടയിൽ എറിഞ്ഞതാണ്. 40,000 ഇപ്പോൾ ഗണപതിയുടെ എണ്ണം അപ്രോക്സിമേറ്റ് ഈ കോയമ്പത്തൂർ, ഈറോഡ്, സേലം മേഖലയിൽ. ഇതൊന്നും ഇവർക്കറിയില്ല. ഇതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് സൂത്രത്തിന് സ്റ്റാലിൻ്റെ ഭാര്യ ഗുരുവായൂർ വന്നിട്ട് 19 കിലോയുടെ സ്വർണ്ണക്കിരീടം. എത്ര ചീത്ത അവിടെ വിളിച്ചോ എൻ്റെ ഗുരുവായൂരപ്പ, അതിന് തുല്യമായ കിരീടം ഞാൻ തരുന്നതാണ്, കുടുംബത്തെ രക്ഷിക്കണം. കാരണം കുടുംബം ഛിദ്രമായി പോകും ചിലപ്പോൾ ഈ പ്രവൃത്തിയിൽ. രാഷ്ട്രത്തെ സ്റ്റാലിന് ഒന്നും ചെയ്യാനൊന്നും സാധ്യമല്ല. തമിഴ്നാട് ജനതയുടെ അത്രയും ഒരു ഹിന്ദു സാംസ്കാരിക തീവ്രതയുള്ള ജനത വേറെയില്ല. അതേസമയം തമിഴിനോടും അവർക്ക് താല്പര്യമുണ്ട്, തമിഴ് ഭാഷയോട് ഉണ്ടാവണമല്ലോ. തമിഴ് നമ്മുടെ രാഷ്ട്രഭാഷയാണ്, ഹിന്ദി രാഷ്ട്രഭാഷയാണ്, മലയാളം രാഷ്ട്രഭാഷയാണ്. ഈ രാഷ്ട്രഭാഷ ഒന്നാവണം എന്നുള്ള വാശിയൊന്നും ആർക്കുമില്ല. രാഷ്ട്രഭാഷ ഒരുപാടുണ്ട്, രാഷ്ട്രത്തിലെ ഭാഷ, അതാണ് രാഷ്ട്രഭാഷ. അതിന് ഭരണഘടനയിൽ അംഗീകാരം കൊടുത്തതുകൊണ്ട് ഭരണഘടനയിൽ ഇതെല്ലാം കൂടെ എഴുതി വയ്ക്കാൻ പറ്റില്ല. കാരണം എത്ര ഭാഷയുണ്ട്, കേരളത്തിൽ തന്നെ എത്ര ഭാഷയുണ്ട്.
ഒരു ചുവട് വെച്ച് കഴിയുമ്പോൾ ഒരു ഭാഷ അങ്ങ് മാറും. കാസർഗോഡ് ഭാഷയൊന്നും നമുക്ക് മനസ്സിലാവത്തേയില്ല. അത് ആ വ്യത്യാസമുണ്ട് നമ്മളുടെ. പക്ഷേ നമ്മളുടെ ഐക്യത്തിൻ്റെ അടിത്തറ ആയ ഒരു വൈവിധ്യമാണ്, അല്ലാതെ ഒരു വൈരുദ്ധ്യമല്ല. ഇത് തമിഴ്നാട്ടിലുള്ളവർക്കും അറിയാം. ഈ സ്റ്റാലിൻ അധികാരത്തിൽ വരുന്നത് കട്ടിങ് സൗത്ത് എന്നോ അല്ലെങ്കിൽ തമിഴ്നാട് സെപ്പറേറ്റ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുത്തെ പൊളിറ്റിക്സിൽ ഫ്രീ TV കൊടുക്കുക, അത് കൊടുക്കുക, ഇത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സാധനം പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കണം. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. ആരടിക്കുന്നു, ആരെ ഏൽപ്പിക്കുന്നു എനിക്കറിയില്ല. ഈ പ്രാന്തുകാരനെ എന്ത് പറ്റിയെന്നറിയാമോ? തമിഴ്നാടിന് പുറത്ത് ജോലിക്ക് പോകാനുള്ള പ്രാപ്തി തമിഴന്മാരുടെ കുറഞ്ഞു വന്നു. അസാമാന്യ ബുദ്ധിശാലികളാണ് തമിഴന്മാർ. നമ്മളുടെ കോവിഡ് വന്നപ്പോൾ കോവാക്സിൻ എന്നുള്ള ഇതുണ്ടായിരുന്നില്ല, ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത വാക്സിനായിരുന്നു അത്. കോവിഷീൽഡിന് കുറച്ചെങ്കിലും ഇതുണ്ടായിരുന്നു. കോവിഷീൽഡ് ട്രൈ ചെയ്തത് ഇംഗ്ലീഷുകാരുടെ ശരീരത്തിലാണ്. ഇന്ത്യനാണ് കോവാക്സിൻ, പ്യുവർ ഇന്ത്യനാണ്. അന്ന് പിണറായി വിജയൻ ഇന്ത്യൻ വാക്സിൻ വേണ്ട എന്ന്, ഞങ്ങൾക്ക് ഫോറിൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കോവിഷീൽഡിന് ഇവിടെ വലിയ പ്രാമുഖ്യം കൊടുത്തു. അവസാനം കോവിഷീൽഡ് തികയില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പിണറായി വിജയൻ അക്യൂസ് ചെയ്തു, കോവിഷീൽഡ് കേരളത്തിന് തരാതെ നരേന്ദ്രമോദി എക്സ്പോർട്ട് ചെയ്യുന്നു. ശരിയാണ്, കാരണം എക്സ്പോർട്ട് കമ്മിറ്റ്മെൻറ്റും എടുത്തിരുന്നു. 16 രാജ്യങ്ങൾ നമ്മുടെ ഇന്ന് വാക്സിൻ വാങ്ങിയവരുണ്ട്. അവരും മെല്ലെ കോവാക്സിനിലേക്ക് മാറി. ഈ കോവാക്സിൻ ഡെവലപ്പ് ചെയ്ത ടീമിലെ പ്രമുഖ അംഗങ്ങൾ തമിഴന്മാരായിരുന്നു. ഇത്രയും ഇൻ്റലക്റ്റുള്ള, ഇത്രയും കഴിവുള്ള, ഇത്രയും പാരമ്പര്യം സംസ്കാരവുമുള്ള വേറൊരു സംസ്ഥാനം ഇന്ത്യയിൽ വളരെ കുറവാണ്. ഇത്രയധികം കോൺട്രിബ്യൂഷൻ ഭാരതീയ സംസ്കാരത്തിന് ചെയ്തവർ. അവരെ വെറുതെ ഒരു പാട്ട് പാടിയാൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താമെന്ന് വെറുതെ സ്റ്റാലിൻ അങ്ങനെ കരുതുന്നുണ്ടാവുമോ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോകണം? ഏയ്, ഒന്നുമില്ല, സ്റ്റാലിൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷെ ഇതിനകത്ത് നമ്മുടെ ഒരു പരിമിതി ഉണ്ടല്ലോ ജിജി. ഞാൻ പറയട്ടെ, ഈ വാജ്പേയി സർക്കാരുണ്ട് 1999 മുതൽ 2004 വരെ. അതിൽ മെമ്പറായിരുന്നില്ലേ DMK? ആയിരുന്നു ഇല്ലേ? രാജയ്ക്ക് ശേഷം അല്ല, അതിന് മുമ്പ് DMK അതിൽ മെമ്പറായിരുന്നു. അപ്പോൾ അന്ന് ജയലളിത വാജ്പേയി ഒരുപാട് ചീത്ത പറഞ്ഞു. വാജ്പേയി അവർ ഉരുട്ടിയിടാനൊരു കാരണമൊക്കെ ആയതും ഈ DMK ബന്ധവും LTT അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിവേ, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ പൊളിറ്റിക്സ്. ബട്ട് DMK ഈസ് നോട്ട് അവേഴ്സ് ടു നാഷണൽ തിങ്. ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് DMK മോദി മുന്നണിയിലേക്ക് പോയി എന്ന് വരും. അത്രേ ഉള്ളൂ DMK. നിങ്ങൾ ഈ പറയുന്ന ആശയദാർഢ്യമൊന്നും DMKക്ക്. പക്ഷേ ഇതിലൂടെ അവർ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, അതായത് ഈ നമ്മുടെ ഇപ്പം കട്ടിങ് സൗത്ത് എന്ന് പറയുന്നില്ല, ഫെഡറൽ സൗത്ത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ദേശീയ ഗാനം പാടുന്നില്ല, തമിഴ് വാഴ്ത്ത് പാട്ടാണ് എന്ന് പറയുമ്പോൾ ദേശീയ ഗാനം മാറ്റിവെക്കാവുന്നതാണ് എന്ന് പറയുന്നു. അതൊരു ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. ദേശീയ ഗാനം മാറ്റിവെക്കാവുന്നതാണ്, ഒരു തരക്കേടുമില്ല. കേരളത്തിലെ എത്ര യോഗങ്ങളിൽ ദേശീയ ഗാനം പാടുന്നുണ്ട്? അതുപോലെയല്ല അസംബ്ലി. അതാണ് ഞാൻ പറഞ്ഞത്. അസംബ്ലിയിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഗവർണറുടെ പ്രസംഗത്തിന് മുമ്പും ശേഷവും ദേശീയ ഗാനം വേണ്ടതാണ്. അത് ചെയ്തില്ല എന്നുള്ളതാണ് അവിടുത്തെ കുഴപ്പം. അവിടെയാണ് ഞാൻ അതല്ലാതെ നാട് നീങ്ങളെ ആൾക്കാർ ദേശീയ ഗാനം പാടിക്കൊണ്ട് നടക്കുന്നവരൊന്നുമില്ല. ഞാൻ ചോദിച്ചത് പരിമിതി ഇതാണ്. ഇത് പ്രോട്ടോക്കോളാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനത്തിനോട് കാണിക്കുന്ന ഒരു മര്യാദയാണ്. ഈ പ്രോട്ടോക്കോളുകൾ ലംഘിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ബലഹീനതയില്ലേ? ഇല്ല, അതെന്താണെന്നറിയാമോ? അതിലിപ്പോൾ ചെയ്യാനെന്താ? നിയമവാഴ്ച തകർന്നു എന്ന് പറയണോ? ഭരണഘടനാ സംവിധാനം തകർന്നു എന്ന് പറയണോ? അല്ലേ? ഈ പ്രോട്ടോക്കോൾ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ എന്താ? അതിന് പ്രത്യേകിച്ച് ശിക്ഷയൊന്നും വേണ്ടതല്ലേ? ഞാൻ പറയട്ടെ, ഈ ഒരു കാര്യം മാന്യന്മാർ ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറയുന്നു. ആ മാന്യത, അതിൻ്റെ ഓർഡർ ഒരാൾ തെറ്റിക്കുന്നു. അത് വലിയ സീരിയസ് ആയ കാര്യം. ചെയ്യാൻ പറ്റുക എന്താ? കേന്ദ്രത്തിന് പിരിച്ചുവിടുക. പിരിച്ചുവിടുന്നത് ഒരു മര്യാദയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ്. ആ സർക്കാർ എന്തോ ഒരു ധാർഷ്ട്യം കാണിക്കുന്ന പോലെ, ഇപ്പോൾ ഗവർണറെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഗവർണർ മോശമൊന്നുമല്ല, അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോൾ ആദ്യമൊന്നുമല്ല.
ഗവർണറുടെ വസതിക്ക് മുമ്പിൽ പെട്രോൾ ബോംബ് എറിഞ്ഞ ടീമാണ് അവിടെ. അതിലും വലുതൊന്നും അല്ല ദേശീയഗാനം. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത്. ആ ടെൻഷൻ ഒരുപക്ഷെ തീരാൻ പോകുന്നത് ഇനി അവിടെ നിന്ന് ആർ.എൻ. രവി മാറിയിട്ട് വേറൊരു ഗവർണർ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും തീരുന്നത്. അല്ലാതെ ഇതുപോലത്തെ കേസ് വെച്ചിട്ടൊന്നും ഒരു സർക്കാരിനെ നിങ്ങൾക്ക് മറിച്ചിടാനോ പിരിച്ചുവിടാനോ ഒന്നും സാധ്യമല്ല. അത് മാന്യന്മാരൊക്കെ സംസാരിക്കും, നിങ്ങൾ ഇങ്ങനെയല്ല ഇതൊന്നും ചെയ്യേണ്ടതെന്ന് പറയും. അത് കുറേയൊക്കെ സ്റ്റാലിൻ കേൾക്കും. ഈ സ്റ്റാലിൻ്റെയും സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണിത്. സ്റ്റാലിനെ അണ്ണാമലൈ സിവിലൈസേഷനിൽ ചേഞ്ച് ചെയ്യും. അതാണ് പ്രശ്നം. ഈ ബേസിക് ഈ ദ്രവീഡിയൻ ഐഡിയോളജി എന്ന് പറയുന്നത് മെല്ലെ അണ്ണാമലൈ പൊളിച്ചടുക്കി കൊണ്ടുവരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ ഒരു പ്രസംഗം എന്നോട് ചോദിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഇ.വി. രാമസ്വാമി നായ്ക്കർ ചെയ്ത പ്രസംഗം. അത് വൈക്കത്ത് ചെയ്തതല്ല, തിരുവനന്തപുരത്ത് ചെയ്തതാണ്. വൈക്കത്തും ചെയ്തൊരു പ്രസംഗമുണ്ട്. ഇ.വി. രാമസ്വാമി നായ്ക്കർ നല്ല ഒന്നാം തരം പ്രവീൺ തോഗടിയായിട്ടാണ് അന്ന് സംസാരിക്കുന്നത്. 1924 പച്ചയ്ക്ക് ഹിന്ദുക്കളോട് പറയുന്നു, നിങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. നിങ്ങൾ ഈ വഴി നടക്കാനുള്ള അവകാശം കൂടെ കൊടുത്തില്ലെങ്കിൽ ഈ ആൾക്കാരെല്ലാം പോയി ഇസ്ലാമിൽ ചേരും. നിങ്ങൾ വെട്ടിക്കൊല്ലപ്പെടും. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതെയാകും. ഞാൻ ഹിന്ദുമതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഈ വഴിയെ നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊരു സിമ്പലാണ്. അവർക്ക് നടക്കാൻ വേറെ വഴിയുണ്ട്. വൈക്കത്ത് അതാണല്ലോ അപ്പർ കാസ്റ്റിൻ്റെ വാദം. ഈ വഴിയേ ഉള്ളൂ, അപ്പുറത്തൂടെ നടക്കരുതോ. അപ്പോൾ ഇവർ പറഞ്ഞ് അങ്ങനെയല്ല, അപ്പുറത്ത് വഴിയുണ്ട്, പക്ഷേ ഈ വഴിയെ ഞാൻ നടന്നാലെന്താ, ഇതാണ് ചോദ്യം. അപ്പോൾ ഈ രാമസ്വാമി നായ്ക്കർ പറഞ്ഞു, വഴിയില്ല എന്നുള്ളതല്ല, വഴി നടക്കാൻ ഈ വഴിയെ തന്നെ നടക്കാനുള്ള അവകാശമുണ്ട്. അത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഹിന്ദു സമാജം നാളെ ഇല്ലാതെയാകും. ഈ പ്രസംഗം അങ്ങനെയായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞു മലയാളത്തിലാണ് പ്രസംഗം, കാരണം അദ്ദേഹം അന്ന് ചെയ്തത് ഇംഗ്ലീഷിലാണ്. ആ ഇംഗ്ലീഷ് പ്രസംഗം ആ മലയാള തർജ്ജമയാണ് മലയാളം പത്രങ്ങളിൽ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് തമിഴിലേക്ക് ആക്കണം. ഞാൻ പറയും അതിപ്പോൾ ഞാൻ അത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ആ സാധനം അയച്ചു തന്നാൽ മതി. ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഭാരതീയത എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് തമിഴ്നാട്ടിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാക്കിയിരുന്നു. അത് അണ്ണാമലൈ സമർത്ഥമായിട്ട് ചെയ്തു. എന്നോട് ചോദിച്ച അണ്ണാമലയൊന്നുമല്ല കേട്ടോ, വെറുതെ ഇല്ലാത്ത വലിപ്പമൊന്നും ഞാൻ ഭാവിക്കില്ല. എന്നോട് ചോദിച്ച സാധാരണ ഒരു മനുഷ്യനാണ്. ബട്ട് പർപ്പസ് ഇതായിരുന്നു, ഹൗ ടു പ്രിവെൻറ്റ് സ്റ്റാലിൻ ബൈ ഫർദറിങ് ദിസ് ടൈപ്പ് ഓഫ് ഒരുതരം സബേഴ്സീവ് പ്രസംഗങ്ങൾ, ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ, സനാതനം ഒഴിയുക എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ തുടക്കം. ബട്ട് ലേറ്റർ ഓൺ ഇ.വി. രാമസ്വാമി നായ്ക്കരും ഫ്രസ്ട്രേറ്റഡ് ആവുകയും അങ്ങേര് ബ്രാഹ്മണനെ കണ്ടാൽ കൊല്ലണം, കുത്തിക്കൊല്ലണം പറയും. ബ്രാഹ്മണനെയും പാമ്പിനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ബ്രാഹ്മണനെ കൊല്ലണം, പാമ്പിനെ രണ്ടാമത് മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അതിൻ്റെ എക്സ്ട്രീമിലേക്ക് അങ്ങ് പോയി. ഈ ബ്രിട്ടീഷുകാർക്ക് കത്തയച്ചു, നിങ്ങൾ ഭാരതത്തിലെ മറ്റെല്ലാ സ്ഥലത്തിനും സ്വാതന്ത്ര്യം കൊടുത്തു, തമിഴ്നാട് തരണ്ട, ദ്രാവിഡ നാട് നമ്മളെയും കൂടെ ചേർത്താണ് പുള്ളിയുടെ കത്ത്. അത് നിങ്ങൾ തന്നെ ഭരിച്ചാൽ മതി, ഇവർ ഭരിച്ചാൽ ശരിയാവില്ല, ഇതൊക്കെ ബ്രാഹ്മണനെ അടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഭ്രാന്തിൻ്റെ ഈ മനുഷ്യൻ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോഴേ വല്ലാതെ ഇതായിട്ട് ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ജിന്ന വാസ് സെക്യുലർ, ജിന്ന വാസ് ഇർറിലിജിയസ്. ജിന്ന കള്ളു കുടിക്കും, കോട്ടും പാൻറ്റും ഒക്കെ. അപ്പോൾ ഇത് അല്ലാതെ ജിന്ന 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ഒന്നും ആയിരുന്നില്ല. ബട്ട് മുസ്ലിം പൊളിറ്റിക്സിൽ ഈ അലി ബ്രദേഴ്സിനെ ഗാന്ധി ലിഫ്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഹി ഡിസൈഡഡ് ടു ചലഞ്ച് ഗാന്ധി വിത്ത് മുസ്ലിം പൊളിറ്റിക്സ്. മുസ്ലിം പൊളിറ്റിക്സ് ആണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അതിലും ഭംഗിയായിട്ട് എനിക്ക് കളിക്കാൻ അറിയാം. ഹി വെൻറ്റ് ടു എ വെരി എക്സ്ട്രീം. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അസംബ്ലിയിൽ പാകിസ്ഥാൻ സെക്യുലർ ആയിരിക്കണം എന്ന് ജിന്ന പ്രസംഗിച്ചു. ആ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. അതാണ് അദ്വാനി പറഞ്ഞത്. ആ പാകിസ്ഥാൻ കിട്ടുക എന്നുള്ള ആ വാശി തീർന്നു കഴിഞ്ഞപ്പോൾ വിവേകം വന്നു. ഇപ്പോൾ പറഞ്ഞു, ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഉപദ്രവിക്കരുത്, നമ്മൾ ചോദിച്ച് കിട്ടിക്കഴിഞ്ഞു, ഇനി ഈ വൈരം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ഫസ്റ്റ് പ്രസംഗത്തിൽ ജിന്ന പറഞ്ഞത് തന്നെ. ഒരു മനുഷ്യൻ്റെ ട്രാൻസിഷനുണ്ടല്ലോ അയാളുടെ ജീവിതത്തിൽ,
ആ ട്രാൻസിഷൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇയാൾ നേരത്തെ പറഞ്ഞത് മാറ്റി പറയുന്നു, റിയലൈസ് ചെയ്യുന്നു. ഇ വി രാമസ്വാമി നായർക്ക് നിർഭാഗ്യവശാൽ മാറ്റി പറയാനുള്ള ഒരു അവസരം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതിൽ തന്നെ പോയിട്ട് അങ്ങനെ അങ്ങ് പക്ഷേ ആദ്യം പറഞ്ഞത് മാറ്റി പറഞ്ഞു. ഇ വി രാമസ്വാമി നായക്കരുടെ 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോഴുള്ള പ്രസംഗങ്ങൾ എടുത്തു നോക്കുക. സ്റ്റാലിൻ ലജ്ജിച്ചു പോകും, പിണറായി വിജയൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷത്തെ പരിപാടിയില്ലേ, അതിലൊക്കെ ഇവർ ഇ വി ആറിനെ പൊക്കുന്നുണ്ട്. ഒരു തവണ പറഞ്ഞാൽ മതി, സാർ വേറെ ഒന്നും വേണ്ട. 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഇ വി ആർ പ്രസംഗിച്ച ഒരു പ്രസംഗം മലയാളത്തിൽ അവൈലബിളാണ്, അതൊന്ന് വിതരണം ചെയ്യാമോ ഈ സദസ്സിൽ ചോദിക്കും. ദേ വിൽ നോട്ട്, ദേ കനോട്ട്. മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്യാം, ആരും ചെയ്യുന്നില്ല. ഇത്രയും ഡീപ്പ് ഒരു പക്ഷേ ആരും പോയി കാണില്ല. ഞാനത് കുറ്റമായിട്ട് പറയുകയല്ല, ബട്ട് ദാറ്റ് വാസ് ദ സിറ്റുവേഷൻ. ഏതായാലും അത് മാത്രമല്ല സുനിൽ, നമുക്കിപ്പോൾ സമയമായി, എന്നാലും പെട്ടെന്ന് ഞാനൊരു കാര്യം പറയാം. ഈ ഇണ്ടന്തുരുത്തി നമ്പൂതിരി ഉണ്ടല്ലോ, ഒരു വർഷത്തിന് ശേഷം 1925 ഈ നിലപാട് മാറ്റി അവിടെ പ്രസംഗിച്ചു. ഇണ്ടന്തുരുത്തിയോ? ഇണ്ടന്തുരുത്തി നമ്പൂതിരിപ്പാട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാര്യമറിയാതെ അന്ന് ഒരു മഹാപാപം ചെയ്തു, അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അന്ന് ഒരു ഹിന്ദു മത മഹാസമ്മേളനം മറ്റും നടന്നു ഇവിടെ വൈക്കത്ത്. 25-ലല്ല 36 ക്ഷേത്രപ്രവേശനത്തിൻ്റെ സമയത്താണ് ആ പ്രസംഗം. അദ്ദേഹം പ്രായശ്ചിത്തം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് തന്നെ ഞാൻ വന്നത്. ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, എന്നെ ഇതിൻ്റെ അധ്യക്ഷനാക്കണം, എങ്കിലേ എൻ്റെ പ്രായശ്ചിത്തം പൂർത്തിയാവുള്ളൂ. വെറുതെ വന്ന് പ്രസംഗിച്ചാൽ പോരാ, അത് ഞാൻ തന്നെ എൻ്റെ അധ്യക്ഷതയിൽ തന്നെ ഞാൻ പണ്ട് പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് എനിക്ക് പറയണം. ഇത് ഇണ്ടന്തുരുത്തി നമ്പൂതിരിപ്പാട് പറഞ്ഞതാണ്. ഈ പ്രസംഗം കോട്ട് ചെയ്തിട്ട് അന്ന് നമ്മുടെ ശ്രീമൂല അസംബ്ലിയിൽ പ്രസംഗം നടത്തി. അതിൽ നിന്നാണ് ഞാൻ ഈ പ്രസംഗം എടുത്തത്. ഒറിജിനലി വൈക്കത്ത് ഇണ്ടന്തുരുത്തിയുടെ പ്രസംഗം എനിക്ക് കിട്ടിയില്ല, ബട്ട് നിയമസഭയിൽ ഇത് കോട്ട് ചെയ്തിട്ട് ഒരാൾ പ്രസംഗിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇണ്ടന്തുരുത്തി നമ്പൂതിരിപ്പാടിന് പോലും ഇങ്ങനെ ഒരു മനംമാറ്റം വന്നെങ്കിൽ എന്തുകൊണ്ട് വേറൊരു കാര്യം ചെയ്തുകൂടാ. ഇങ്ങനെയാണ് ആ പ്രസംഗം പോകുന്നത്. ദീസ് ആർ ദ ഫാക്ട്സ്. ഇണ്ടന്തുരുത്തി ഇപ്പോൾ ആർക്കും ചീത്ത പറയാനുള്ള, ഞാൻ വൈക്കംകാരനായിട്ട് എനിക്കും പുതിയ അറിവായത്. ഇണ്ടന്തുരുത്തി ചേഞ്ച് ഹിംസെൽഫ്. ഇണ്ടന്തുരുത്തി ഇപ്പോഴും ആൾക്കാർ തെറി പറയുന്നു. ഒരു മനുഷ്യൻ പറയുന്നു, ഞാൻ അന്ന് വിശ്വസിച്ചിരുന്നതും വിചാരിച്ചിരുന്നതും ഒക്കെ ശുദ്ധമായ അബദ്ധമാണെന്നും പിടിവാശിയാണെന്നും എനിക്ക് മനസ്സിലായി, ഞാൻ തിരുത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ ചീത്ത പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ എത്രയോ നക്സലേറ്റുകളുണ്ട്. അന്ന് ഞങ്ങൾ ആ അക്രമത്തിൻ്റെ പാത എടുക്കരുതായിരുന്നു, അത് തെറ്റിപ്പോയി, അത് ചെറുപ്പത്തിൻ്റെ അവിവേകമായി പോയി എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അവരെ ആരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ. ഇന്ന് ഫിലിപ്പ് എം പ്രസാദ് ഒരു വില്ലനാണോ? സിവിക് ചന്ദ്രൻ ഒരു വില്ലനാണോ? രാമേന്ദ്രൻ വില്ലനാണോ? മുരളി വില്ലനാണോ? വെള്ളത്തുവൽ സ്റ്റീഫൻ വില്ലനാണോ? അല്ല. ബട്ട് ഇണ്ടന്തുരുത്തി ഇപ്പോഴും വില്ലനാണ്. ഇണ്ടന്തുരുത്തി മന അന്യാധീനപ്പെട്ടു പോയല്ലോ. ചെത്തൊഴിലാളി യൂണിയൻ ATUCയുടെ ഓഫീസാണ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നത് ചരിത്രത്തിൻ്റെ തിരിച്ചടി. എന്ത് തിരിച്ചടി? കള്ളുഷാപ്പാക്കുന്നതാണോ തിരിച്ചടി? ഈ ചെത്തൊഴിലാളി യൂണിയൻ ആയി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അശ്ലീലമുണ്ട്. ഇണ്ടന്തുരുത്തി മന വിറ്റുപോയി എന്ന് പറഞ്ഞാൽ ഓക്കെ, ചെത്തൊഴിലാളി യൂണിയൻ ആഫീസായി അതുകൊണ്ടത് ചരിത്രത്തിൻ്റെ തിരിച്ചടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയൊരു ചെത്തെന്തോ മോശപ്പെട്ട കാര്യമാണെന്നുണ്ട് ആണെന്ന് വരുന്നുണ്ട്. അത് ഈ പറയുന്നവർ മനസ്സിലാക്കുന്നില്ലെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസാണെന്ന് പറഞ്ഞാലും സമ്മതിക്കാം. ഈ അങ്ങനെയൊന്നും അല്ലെന്ന്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ഇതിനെയൊക്കെ എതിർത്ത് നടന്നതാണ്. 1924 കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണ്? വെറുതെ ഇങ്ങനെ വാചകമൊന്നും അടിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറൊരു സാധനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാതിയെ എതിർക്കാനുണ്ടായതോ ഈ ഹിന്ദുവിലെ സാമൂഹ്യ വ്യവസ്ഥ മാറ്റാനുണ്ടായതോ ഒന്നുമല്ല. അത് വേറൊരു തത്വശാസ്ത്രമല്ലേ, തോക്കുകളിലൂടെ അധികാരം പിടിച്ചെടുക്കാനുണ്ടായതാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതികൾ കമ്മ്യൂണിസ്റ്റിൻ്റെ തലപ്പത്ത് വരണ്ടേ? ഇപ്പോഴും മുഴുവനൊന്നും ഇല്ലല്ലോ. PBയിൽ ഇപ്പോഴാണ് ഒരു ദളിതൻ വന്നത്. എത്ര കാലം ബാക്കി നാട്ടുകാരെല്ലാം കൂടെ നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു ദളിതനെ പിടിച്ച് വെക്കിടൂ. ഇതാണ്. അല്ല, അതുകൊണ്ട് അവർ
ബ്രാഹ്മണാധിപത്യം കൊണ്ടുവരുന്ന ആൾക്കാരാണെന്നല്ല എൻ്റെ പോയിന്റ്. ഇറ്റ് വാസ് നോട്ട് ദെയർ അജണ്ട. ജാതി അവർ അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. ഇറ്റ് വാസ് നോട്ട് ഇൻ ദെയർ സ്കീം ഓഫ് തിങ്സ്. കാരണം അവർ വിപ്ലവം, മറ്റുള്ളവരെയൊക്കെ വെടിവെച്ചിട്ട് അവരുടെ അധികാരം വരിക, ഇതായിരുന്നു അവരുടെ തിയറി. സോ സ്റ്റാലിൻ നിലനിൽപ്പിന് വേണ്ടി കാണിക്കുന്ന ഓരോ നാടകങ്ങളാണ് അത്. എക്കാലത്തും ഇവർ കാണിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. വിച്ച് വിൽ ഡെഫിനറ്റ്ലി കം ഡൗൺ. കാരണം തമിഴ്നാടിൻ്റെ അത്രയും ഒരു ഭാരതീയതയുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരു സംസ്ഥാനം വേറെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അത്രയധികമാണ് തമിഴ്നാട്. ഏതായാലും നമുക്ക് അത് നമ്മളൊന്ന് വർത്തമാനം പറയണമായിരുന്നു. ടി ജി വരാൻ കാത്തിരിക്കുകയായിരുന്നു. സ്റ്റാലിൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ടി ജിയുടെ അഭിപ്രായം അറിയാൻ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അതിനൊരു ഉത്തരം കിട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.